ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 155 എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഓരോ സങ്കീർത്തനങ്ങളും ഹൃദ്യമാണ്, ധ്യാനാത്മകമാണ്, വിശുദ്ധിയുടെ പരിമളമുള്ളതാണ്. പ്രാർത്ഥിക്കാൻ മറന്നുപോയവരെ കൂടി പ്രാർത്ഥിപ്പിക്കുന്ന അനുഭവമാണ്. ഒരു സങ്കീർത്തനം ആത്മീകമായി നാം വായിക്കുക എന്ന് വെച്ചാൽ ചില പ്രസ്താവനകൾ കേൾക്കുക എന്ന് മാത്രമല്ല, നമ്മളെപ്പോലെ ജീവിച്ച ഭക്തന്മാരായ മനുഷ്യർ, നമ്മളെക്കാൾ വിശുദ്ധിയിൽ ജീവിച്ച ഗുരുവര്യന്മാരായിട്ടുള്ള ആൾക്കാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ഒരു ആഴത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതൊരു വലിയ പ്രാർത്ഥനയാണ്, പശ്ചാത്താപത്തിൻ്റെ പ്രാർത്ഥനയാണ്, അനുതാപത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഈ എപ്പിസോഡിൽ 38 സങ്കീർത്തനമാണ് ധ്യാന വിഷയമാക്കുന്നത്. ഈ എപ്പിസോഡിൽ അതിൻ്റെ ചില വാക്യങ്ങൾ മാത്രമാണ് ധ്യാനാത്മകമായി സമർപ്പിക്കുന്നത്. ഞാൻ ആദ്യത്തെ 5 വാക്യങ്ങളൊന്ന് വായിക്കുകയാണ്. യഹോവേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കുകയും അരുതേ. നിൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. ദൈവമേ, നിൻ്റെ നീരസ നിമിത്തം എൻ്റെ ശരീരത്തിന് സൗഖ്യമില്ല, എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്കുമീതെ കവിഞ്ഞിരിക്കുന്നു, ഭാരമുള്ള ചുമടുപോലെ അവ എനിക്ക് അതിഭാരമായിരിക്കുന്നു. എൻ്റെ ഭോഷത്വം നിമിത്തം എൻ്റെ വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. 38 സങ്കീർത്തനം 1 മുതൽ 5 വരെയുള്ള വേദഭാഗം. ദാവീദ് രാജാവിൻ്റെ ഈ സങ്കീർത്തനം ഒരു ജ്ഞാപക സങ്കീർത്തനമായാണ് വിലയിരുത്തുന്നത്. ഒരു അനുതാപ സങ്കീർത്തനമാണിത്. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പശ്ചാത്താപത്തിൻ്റെ സങ്കീർത്തനം, ആഴത്തിലുള്ള ഒരു നിലവിളി, കണ്ണുനീരോടെയുള്ള ഒരു പ്രാർത്ഥന. ജ്ഞാപക സങ്കീർത്തനത്തിന്, ജ്ഞാപകം എന്നുള്ള വാക്കിന് ജ്ഞാനസംവേദനം എന്നുള്ള ആശയം മാത്രമല്ല, അത് ഒരു രീതിയിൽ കാവ്യാത്മകമാണ്, ഭക്തിപൂരിതമാണ്, ആത്മീകമായ അന്തരീക്ഷം ജ്വലിപ്പിക്കുന്നതാണ്, ഓർമ്മപ്പെടുത്തലുകളാണ്. ഇതെല്ലാം ഒരു ജ്ഞാപക സങ്കീർത്തനത്തിൻ്റെ ഭാഗമാണ്. ഒരു പ്രത്യേകമായ ഓർമ്മപ്പെടുത്തലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു കാര്യം അങ്ങോട്ട് പറയുക എന്ന് മാത്രമല്ല, പരാതികളും പരിഭവങ്ങളും പറയുമ്പോൾ അറിവില്ലായ്മ കൊണ്ടോ ബലഹീനത കൊണ്ടോ വിഷമം കൊണ്ടോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് സ്റ്റോപ്പ് ഇട്ടിട്ട് അതിൻ്റെ കാരണം കൂടെ പറയുകയാണ്. നമ്മൾ പറയത്തില്ല, ചിലപ്പം പറയത്തില്ലയോ, ഓഹ് അവൻ എന്നോട് അത്രയും എതിര് കാണിച്ചു, എന്നെ വേദനിപ്പിച്ചു, എന്ത് ചെയ്യാനാ, ഞാൻ അവനോടും പറഞ്ഞു പോയി. അല്ലെങ്കിൽ ഇത്ര നഷ്ടം വന്നു, അല്ലെങ്കിൽ ഇന്ന പരാജയം വന്നു, ഓ ഞാൻ വേണ്ട രീതിയിൽ പഠിച്ചില്ല, ഞാൻ ഹോംവർക്ക് ചെയ്തില്ല, ഒന്ന് തയ്യാറെടുത്തില്ല, ഒരു ടെസ്റ്റിന് പോയി പരാജയപ്പെട്ടു, ഓ ഞാൻ ജയിക്കേണ്ടതായിരുന്നു, ഓ എന്തോ ചെയ്യാൻ എന്നേക്കാൾ മിടുക്കന്മാരുണ്ടായിരുന്നു. അതായത് ഒരു പ്രത്യേകമായ ജ്ഞാപക രീതിയായത്. എന്ന് വെച്ചാൽ നമുക്ക് പരാതികളും വിഷമങ്ങളും വ്യസനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിന് നമുക്ക് തന്നെ അറിയാവുന്നൊരു കാരണം എന്ന് വെച്ചാൽ, ചിലപ്പോൾ പറയത്തില്ലയോ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. നമുക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കിടക്കയിൽ കിടന്നുകൊണ്ടൊരു സ്വിച്ച് ഇടണം, ആ കുഞ്ഞിന് എണീറ്റ് സ്വിച്ച് ഇട്ടാൽ മതി. കൊച്ചു വിളിച്ചു പറയും, അമ്മേ ആ സ്വിച്ച് ഒന്നിട്ടേ, അല്ലെങ്കിൽ ആ പുസ്തകം ഇനി എടുത്തു തന്നേ. എടുത്താൽ മതി. അമ്മ അത് എടുത്തു കൊടുക്കുന്നത് വരെ അവൻ വിളിച്ചുകൊണ്ടിരിക്കുക. അതായത് അവനവന് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്, അവനവനറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമുക്ക് ചില പരാജയങ്ങളൊക്കെ വരുമ്പോൾ ചോദിക്കും, ദൈവം എന്തുകൊണ്ട് സംഭവിച്ചത്, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിനുപരി ഒരു ഹോംവർക്ക് നമുക്കും ചെയ്യാം. എല്ലാം ദൈവത്തോട് ചോദിക്കേണ്ട,
എല്ലാം ദൈവത്തോട് അറിയാവുന്ന കാര്യങ്ങൾ, നിസ്സാരമായ കാര്യങ്ങൾ ദൈവത്തോട് ചോദിച്ച് പരീക്ഷിക്കണ്ട. പരീക്ഷയ്ക്കൊന്നും പഠിക്കാതെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തിരുന്നു, അതുകൊണ്ട് പാസ്സായി എന്ന് പറയുന്നൊരു ലോകമായെന്നുള്ളത്. അസുഖം വന്നു, ദൈവം തമ്പുരാൻ രക്ഷപ്പെടാൻ തക്കവണ്ണം ഒരുപാട് മെഡിസിൻ തന്നിട്ടുണ്ട്. പ്രാർത്ഥന ആവശ്യമാണ്, മെഡിസിൻ ആവശ്യമാണ്, ഇതെല്ലാം വേണം. നമ്മുടെ അധ്വാനം എല്ലാത്തിനുമുണ്ട്. ദൈവം അതിനുവേണ്ടിയുള്ള ഒരു അനുഭവമാണ് തന്നേക്കുന്നത്. യെശയ്യാ പ്രവാചകൻ ഹിസ്കിയ രാജാവിന് രോഗം പിടിച്ച് കിടന്നപ്പോൾ അവൻ്റെ മുറിവിൽ അത്തിപ്പഴക്കട്ട എടുത്ത് വെച്ചു എന്നാണ് പറയുന്നത്. അത്തിപ്പഴക്കട്ട എന്ന് പറയുന്ന ഒരു വലിയ മരുന്നാണ്, അതൊരു ഔഷധമാണ്. രോഗികൾക്കല്ലാതെ വൈദ്യനെ കൊണ്ട് ആവശ്യമാർക്കാവുള്ളത്. രോഗികൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്. വിശുദ്ധ ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നു, വൈദ്യനായ സുവിശേഷകൻ. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗത്ത് വേണം. വിശ്വാസം വേണം, പ്രവൃത്തി വേണം, ചിന്തകൾ വേണം. നമ്മളൊരു കഥ കേട്ടിട്ടില്ലേ? ഒരു വെള്ളപ്പൊക്കം വന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒരു വീടിൻ്റെ മുകളിൽ കയറിയിരിക്കുക. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. വെള്ളം ഇങ്ങനെ പൊങ്ങി വരിക. അപ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി 3 തവണയായിട്ട് ആളുകൾ ചെന്നു. ഇറങ്ങി വാ വള്ളവും കൊണ്ട് ചെന്നു, ബോട്ട് വാട്ടി ചെന്നു. വെള്ളം കൂടുന്നതനുസരിച്ച് ആ രീതിയിൽ ചെന്നു. ആദ്യം ചെന്നവർ നീന്തി ചെന്നവരാണ്, പിന്നീട് ബോട്ട് മാറ്റി ചെന്നു. അവൻ ഇറങ്ങി വന്നില്ല. ദൈവം എന്നെ വന്ന് രക്ഷപ്പെടുത്തട്ടെ. പക്ഷേ അവസാനം വെള്ളപ്പൊക്കമായി, വെള്ളം കയറി വന്നു, മൊത്തം തകർന്നവൻ മരണപ്പെട്ടു പോയി. അവൻ ദൈവസന്നിധിയിൽ ചെന്ന് ചോദിക്കുക, ദൈവത്തെ കണ്ടപ്പോൾ ചോദിച്ചു, ദൈവമേ എന്ത് പരിപാടിയാണ് നീ കാണിച്ചു? ഞാൻ നിന്നിൽ ഭയങ്കരമായിട്ട് വിശ്വസിച്ചു, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് നിലവിളിച്ചു, എന്നിട്ട് നീ എനിക്ക് ജീവിക്കാൻ അനുവാദം തരാതെ എന്നെ വിളിച്ചുകൊണ്ട് വന്നെന്തിനാണ് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് പോയല്ലോ. അപ്പം പറഞ്ഞു, എടാ നീ ഭോഷത്വം പറയാതെ, നീ നിലവിളിച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യമേ ആൾക്കാരെ വിട്ടു, വള്ളക്കാരെ വിട്ടു, ബോട്ടുകാരെ വിട്ടു, എന്നിട്ട് നീ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് കൊടുക്കാനാ? പ്രിയമുള്ളവരെ, എന്നതുപോലെ ചില കാര്യങ്ങൾക്കെല്ലാം, അതായത് നമ്മൾക്ക് തന്നെ കണ്ടെത്താവുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ കണ്ടെത്തിയത് കൊണ്ട് നമ്മൾ സേഫായിട്ടിരിക്കരുത്, അതുമാത്രം ഫൈൻഡിങ്സായിട്ട് കാണരുത്. അതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ഒരു ധനികനുണ്ടായിരുന്നു. ആ ധനികൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, മിശിഹാ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നപ്പോൾ കർത്താവ് അവനോട് ആദ്യം ചോദിച്ചു, നീ സൽഗുണപൂർണനാകുവാൻ ഇച്ഛിക്കുന്നെങ്കിൽ നീ ആദ്യം പ്രമാണങ്ങൾ അനുഷ്ഠിക്കണം, ന്യായപ്രമാണം അനുഷ്ഠിക്കണം. അവൻ പറയുന്നുണ്ട്, കർത്താവെ, ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് ഇതൊക്കെ പാലിക്കുന്നവനാണ്, ഞാൻ ഒത്തിരി കണ്ടതാണ്, ഞാൻ ഇതൊക്കെ പാലിച്ചാണ് വന്നത്. അവൻ്റെ മനസ്സിൽ തന്നെ ഒരു കാര്യമുണ്ടായിരുന്നു, ഞാൻ കാണാൻ പോകുന്ന ഒരു മഹാഗുരുവിനെയാണ്, സർവശക്തനെയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഒരുക്കത്തോടെ പോകണം. എന്ന് വെച്ചാൽ അവൻ ഒരുങ്ങേണ്ടതൊക്കെ ഒരുങ്ങി, ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി തയ്യാറായി, ഒരു ഒരുക്കത്തോടാണ് പോയത്. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്, നീ ന്യായപ്രമാണമൊക്കെ പാലിക്കുന്നുണ്ട്. അപ്പോൾ അവനൊരു ഒരുക്കമുണ്ടായിരുന്നു, ഒരു ഒരുക്കമില്ലാതല്ല പോയത്. തുടർന്ന് കർത്താവ് അവനോട് പറയുന്നു, ഒരു കുറവ് നിനക്കുണ്ട്. എന്താണ് ആ കുറവ്? നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. എത്ര ഒരുക്കത്തോടെ പോയാലും ആ കാണിച്ചു കൊടുക്കുന്ന കുറവ് അംഗീകരിക്കാൻ പഠിച്ചില്ലെങ്കിൽ ആ മനുഷ്യനെ പോലെ ദുഃഖിതനായിട്ട് പോരേണ്ടി വരും, ആ ധനികനെ പോലെ ദുഃഖിതനായിട്ട് പോകേണ്ടി വരും. കാരണം അവൻ ധനികനായിരുന്നു, അവന് വിഷമം തോന്നി ആ കുറവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ. അപ്പോൾ കുറവ് ചൂണ്ടിക്കാണിക്കുമ്പോൾ വിഷമിക്കുന്ന ഒരു മനോഭാവമല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് വെച്ച് ഞാൻ ചെയ്യുന്നു എന്ന് വെച്ച് ഞാനെല്ലാം തികഞ്ഞവനാണെന്ന് നടിക്കാനുമല്ല പറയുന്നത്. മറിച്ച് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ആലോചനകളിലുമൊക്കെ എനിക്ക് നിങ്ങൾക്കും ഒരു കാര്യം എപ്പോഴും ഓർമ്മയുണ്ടാകണം. ദൈവമേ, ഞാൻ നിൻ്റെ സന്നിധിയിൽ യാചിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ചില വീഴ്ചകൾക്കൊക്കെ കാരണം ഞാൻ തന്നെയാണ്. നമുക്ക് സമ്മതിക്കണം, ആ പരാജയമുണ്ടാകാൻ കാരണം അത് ഞാനാണ്. ഇന്ന് പ്രശ്നമുണ്ടാകാൻ ഞാനും ഒരു കാരണമായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു തിരുത്തൽ വരണം. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ഒരു അന്വേഷണവും അതിൻ്റെ ഉത്തരവും കണ്ടെത്തുകയും മറുപടി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ജ്ഞാപക സങ്കീർത്തനമാണ് ദാവീദ് ഇവിടെ എഴുതിയേക്കുന്നത്. നമുക്ക് ആ ചിന്തയിലേക്ക് പ്രവേശിക്കാം. യഹോവേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, ഉഗ്ര നീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കുകയും അരുതേ. എത്ര ശ്രദ്ധേയമായ സ്പർശനീയമായ വാക്കാണ് ദാവീദ് ഉപയോഗിച്ചേക്കുന്നത്. ഇത് പഠനത്തിന് വേണ്ടി മാത്രമല്ല, എപ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രാർത്ഥനയാണ് കേട്ടോ. ഏത് സമയത്തും നമുക്ക് ഉപയോഗിക്കാം, വെറുതെ ഇരിക്കുമ്പോഴും നമുക്ക് ഉപയോഗിക്കാം. യഹൂദൻ ഇതിനെ പാട്ട് രീതിയിൽ, ഗാന രീതിയിൽ പാടുമ്പോൾ അതിനെന്ത് ആസ്വാദ്യത ഉണ്ടായിരിക്കുമെന്ന് നമ്മളത് ചിന്തിച്ച് നോക്കിക്കേ. അവൻ്റെ ആരാധനയിലും ബലിയർപ്പണത്തിലും സംഗീത സദസ്സിലും
അവൻ എത്ര ശ്രദ്ധേയമായി പാടി. പ്രത്യേകിച്ച് ഓർത്തോടും ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ ഹൃദ്യമായിട്ടാണ് പാടുന്നത്. നമ്മൾ സങ്കീർത്തനം നോക്കിയാൽ അറിയാം എന്തെല്ലാം രാഗങ്ങളാണ് കൊടുത്തേക്കുന്നത്. മിണ്ടാത്ത പ്രാവ് പോലെ എന്ന് കാണാം, സാരസ രാഗമെന്ന് കാണാം. അപ്പോൾ ഇതിനെല്ലാം ഓരോരോ താളങ്ങളും രാഗങ്ങളുമുണ്ട്. നമുക്കറിയാമല്ലോ എന്തതിശയമേ എന്നുള്ള പാട്ട് കേൾക്കുമ്പോൾ വേറൊരു താളമുണ്ട് എന്നതുപോലെ യഹൂദൻ്റെ ആരാധനയിലും ഭാവത്തിലും സങ്കീർത്തനങ്ങളെ പാടിയിരുന്നത് അതിൻ്റേതായ രീതിയിലാണ്. പ്രത്യേകിച്ച് ജ്ഞാപക സങ്കീർത്തനം കൂടി ആയതുകൊണ്ട് അത് പ്രധാന പാട്ടുകാരൻ പാടും, ബാക്കിയുള്ളവർ ആവർത്തിച്ച് പാടും, സഭ ഒരുമിച്ച് പാടും. അതിന് ഓരോ താളങ്ങൾ കൊടുത്തിട്ടുണ്ട്, അവിടെ ഓരോ രീതി കൊടുത്തിട്ടുണ്ട്, ഒരു മ്യൂസിക്കൽ നൊട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ, ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കുകയും വരുതേ. അതിൻ്റെ അകത്തുള്ളൊരു കാര്യം പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കണം. ശിക്ഷിക്കരുതേ എന്ന് പറയുന്നില്ല, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. ദൈവമേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. ശിക്ഷിച്ചോ, പക്ഷേ ക്രോധത്തോടെ ശിക്ഷിക്കരുത്. കാരണം അതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. അങ്ങനെ സങ്കീർത്തനക്കാരൻ പറയുന്നതിന് പിന്നിൽ ശിക്ഷാർഹമായ ചില കാര്യങ്ങൾ അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ശിക്ഷയും ദണ്ഡനവുമൊക്കെ കിട്ടും. നമ്മൾ പറയത്തില്ലയോ, എന്തെങ്കിലുമൊക്കെ കൊച്ചു നുള്ളിക്കള്ളമോ കൊച്ചു തെറ്റുകളോ ഒക്കെ കാണിച്ച കൊച്ചു പിള്ളേർ വീട്ടിൽ കയറി വരും. അവരുടെ ആ വരവും ഭാവവും കാണുമ്പോഴേ പേരൻസിനറിയാം എന്തോ ഒരു നുള്ളിക്കള്ളം കാണിച്ചിട്ടുണ്ട്, എന്തോ ഒരു കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അത് മുഖത്തെഴുതി വെച്ചിട്ടുണ്ട്, ആ ചിരിയിലും ആ നടപ്പിലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നിർബന്ധിക്കുമ്പോൾ പിള്ളേർ പറയും, പപ്പ എന്നെ അടിക്കല്ലേ, ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്നെ അടിക്കുമോ, മമ്മി എന്നെ ഒരു കാര്യം പറഞ്ഞാൽ അടിക്കുമോ, അടിക്കല്ലേ എന്നെ, ഞാൻ കൊച്ചു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഇന്നത് എടുത്ത് കഴിച്ചു എന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഇന്നത് കളഞ്ഞു പോയെന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ഇന്ന ആളോട് അടിയുണ്ടാക്കിയെന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ചിലപ്പം പേരൻസ് അധ്യാപകർ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരണം, പേരൻസിനെ വിളിച്ചുകൊണ്ട് വരണമെന്നായിരിക്കും പറയാൻ പോകുന്നത്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണും. ചിലപ്പോൾ ചില ആഗ്രഹങ്ങളായിരിക്കും പറയുന്നത്, എന്നെ അടിക്കല്ലേ, എന്നെ ഒന്നും ചെയ്യല്ലേ. ആ ഒരു കരച്ചിലുണ്ട് കേട്ടോ. പിള്ളേരുടെ ഒരു സമീപനം ഹൃദ്യമാണ്. കൊച്ചു പിള്ളേരെയൊക്കെ വളർത്തുമ്പോൾ അത് പ്രത്യേകിച്ചറിയാം. നമ്മളെക്കാളൊക്കെ ഒത്തിരി മിടുക്കരാണ് കേട്ടോ. ഈ പിള്ളേരുടെ മെത്തഡോളജി ഭയങ്കരമാണ്. നമുക്കിന്ന് ആ മെത്തഡോളജി നഷ്ടപ്പെട്ടു പോയി. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പിള്ളേരുടെ ഒരു ഒരു ചൈൽഡ് മെക്കാനിസം, ചൈൽഡ് മെത്തഡോളജി ഇന്നുണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പലയിടത്തുനിന്നും രക്ഷപ്പെട്ടു പോകാം. തെറ്റുകൾ എല്ലാവർക്കും പറ്റും പ്രിയമുള്ളവരെ, കുറവുകൾ എല്ലാവർക്കും പറ്റും. പക്ഷേ അതിനെ ന്യായീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്യാൻ പോകുമ്പോഴാണ് പ്രശ്നമെന്ന് പറയുന്നത്. അത് സമ്മതിച്ച് അത് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് തീരും. ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കാണും, ചില തെറ്റിദ്ധാരണകൾ കാണും. ചിലരൊക്കെ ഒത്തിരി വീണു പോകുന്നുണ്ട്. ഒരു തെറ്റുപറ്റി അത് 100 തെറ്റുകളിലേക്ക് 1000 തെറ്റുകളിലേക്ക് പോകുകയാണ്. ചതിയിലോട്ടും വഞ്ചനയിലോട്ടും പോകുകയാണ്. ചില കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നാൽ എന്തു വന്നാലും അതിൻ്റേതായ രീതിയിൽ തുറന്നു പറഞ്ഞ് ചില ഐക്യമൊക്കെ ഉണ്ടാകണം. സഹോദരങ്ങൾ തമ്മിലുണ്ടാകണം, മാതാപിതാക്കൾ തമ്മിലുണ്ടാകണം, ജീവിത പങ്കാളികൾ തമ്മിലുണ്ടാകണം, അയൽക്കാർ തമ്മിലുണ്ടാകണം. അത് നമ്മൾ മറച്ചു വെച്ച് സ്വയം ന്യായീകരിക്കാനും ഉടക്കാനും ശ്രമിക്കുമ്പോൾ ഒരു നിത്യശത്രുതയിലേക്ക് പോകുകയാണ്. നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മളെ പറയാതെ നമ്മളെ ഓർപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും അതാ. അവൻ്റെ പ്രാർത്ഥനയിലൂടെ യഹോവയെ ക്രോധത്തോടെ ശിക്ഷിക്കരുതേ, ഉഗ്രനീരസത്തോടെ ദണ്ഡിപ്പിക്കരുതേ എന്ന് വെച്ചാൽ, ദൈവമേ ശിക്ഷാർഹമായ ഒത്തിരി കാര്യങ്ങൾ എന്നിലുണ്ട്, നീ ദണ്ഡിപ്പിക്കാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ എന്നിലുണ്ട്. അതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടൊരു സാധുവിനെ പോലെ പറയുക, എൻ്റെ ദൈവമേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. സുറിയാനി ക്രിസ്ത്യാനികളുടെ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന ഒരു ഗാനം പ്രകാരമാണ്, നിന്നെ വിളിക്കുന്നേ നാഥ, നിന്നുദവിക്കായി ബലഹീനർ അലിവോടു ശിച്ചടിയാരേ, അരിശം നീ കേക്കാക്കേണമേ, വാതിൽ തുറം നീ പ്രാർത്ഥനയിൽ, നാഥം കേട്ടേകിടേണമേ.
നന്മ നിറഞ്ഞോനേ എൻ്റെ തിന്മകളെ നീയോർക്കേരുതേ. ഉഗ്രനീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് ദാവീദ് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും ദൈവസന്നിധിയിൽ സമർപ്പിക്കാനുള്ള ഒരു വലിയ പ്രാർത്ഥന, ഒരു വലിയ നമസ്കാരം. കാരണം അവൻ്റെ സന്നിധിയിലല്ലാതെ ആരോട് പറയാൻ പറ്റും? മനുഷ്യരോട് പറയാൻ പറ്റത്തില്ല, കൂടെ കിടക്കുന്നവരോട് പറയാൻ പറ്റത്തില്ല, നടക്കുന്നവരോട് പറയാൻ പറ്റത്തില്ല, ആത്മാർത്ഥ സ്നേഹിതരോട് പോലും പറയാൻ പറ്റത്തില്ല. കാരണം ദൈവമാണ് നിയന്താവ്, സ്രഷ്ടാവ്. ആ ദൈവസന്നിധിയിൽ നമ്മൾക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും പറയുന്നു, നിൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം പ്രാർത്ഥിച്ചതിൻ്റെ ആ ഒരു തുടർച്ചയും അതിൻ്റെ കാരണവും കൂടി പറയുകയാണ്. എന്തുകൊണ്ടാണ് എന്നെ ക്രോധത്തോടെ ശിക്ഷിക്കരുതേ, ഉഗ്രനീരസത്തോടെ ദണ്ഡിപ്പിക്കരുതേ എന്ന് പറയുന്നത്? നിൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. ഒരു ഗുരു ഒരു ശിഷ്യനെ അടിക്കാൻ പിടിക്കുമ്പോൾ ആദ്യത്തെ ഒരു അടി വീണ് കഴിഞ്ഞു. ആ അടിയുടെ തീവ്രതയോടെ രണ്ടാമത്തെ അടിക്ക് വേണ്ടി ആഞ്ഞു നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു കരച്ചിലുണ്ട്. പപ്പ എന്നെ അടിക്കല്ലേ അടിക്കല്ലേ എന്നുള്ള കരച്ചിലുണ്ട്. ആ അടി കൊണ്ട് തന്നെ നല്ല വേദന അനുഭവിച്ചു, നൊമ്പരം അനുഭവിച്ചു. അതേ തീവ്രതയിൽ ഒന്നുകൂടി കിട്ടിയാൽ ബുദ്ധിമുട്ടാണ്. ഒരു പ്രത്യേക കരച്ചിലുണ്ട്, നിലവിളിയുണ്ട്. ആയതുപോലെ ഒരു രീതി പറഞ്ഞാൽ ദാവീദും അതിൻ്റെ മറ്റൊരു രീതിയില്ല, ഒരു വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. ദൈവമേ, നിൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ തെറ്റ് ചെയ്തു പോയി, എനിക്ക് ബലഹീനതയുണ്ട്, കുറവുണ്ട്. പക്ഷേ ക്രോധത്തോടെ ശിക്ഷിക്കരുത്, നീരസത്തോടെ ദണ്ഡിപ്പിക്കരുത്. അസ്ത്രങ്ങളൊക്കെ തറച്ചു, കൈ ഭാരമായിട്ട് തോന്നുന്ന ഒരനുഭവം. ഈ ബർഡൻ ഓഫ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നൊരു തലമുണ്ട്, അനുഗ്രഹത്തിൻ്റെ ബാധ്യത. നമ്മൾ പറയത്തില്ലയോ, ദൈവസ്നേഹമാണ്, പിതാവാണെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യും, അടിക്കുകയും ചെയ്യും. ചിലപ്പോൾ സ്നേഹമുള്ളവരുടെ സാന്നിധ്യം നമ്മൾക്ക് ചിലപ്പോൾ അറിയാതെ നമ്മളെ ശ്വാസം മുട്ടിക്കും. നന്നായി നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന ചിലരുടെ സാന്നിധ്യം നമുക്ക് ചിലപ്പോൾ അറിയാതെ അസ്വസ്ഥതയായി പോകുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, കാരണം അവരുടെ സ്നേഹമുണ്ട്. ആ സ്നേഹത്തിലായിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല, ആ ചിട്ടവട്ടങ്ങളിലായിരിക്കാൻ പറ്റുന്നില്ല, ആ ഡിസിപ്ലിനിലായിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഈ ഡിസിപ്ലിനിൽ നിന്നൊക്കെ വെളിയിൽ ചാടാൻ നമുക്കൊരു വെമ്പലുണ്ട്, ഒരു താല്പര്യമുണ്ട്. നമ്മളറിയാതെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കും. അയ്യോ എനിക്ക് വേണ്ട, ഞാൻ പൊയ്ക്കോളാം, എനിക്ക് മതിയേന്ന് പറയും. അതുകൊണ്ടാണ് ചില സമയത്ത് ഈ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മതിയെന്ന് പറഞ്ഞ് ചാടിപ്പോകും. പക്ഷേ ഇവിടെ ദാവീദ് അങ്ങനെയല്ല പറയുന്നത്. ദൈവമേ, നിൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു. വേദനാജനകമായ അന്തരീക്ഷങ്ങൾ ഒത്തിരി ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. തെറ്റുകൾ ചെയ്തു, അതിൻ്റെ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. സ്വന്തം മകൻ പോലും കുഞ്ഞിലെ മരണപ്പെട്ടു പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മകൻ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് ഓടിച്ചു വിടപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന ദാസൻ രക്തപാതക നീജ പോയി മരിക്കെ, പോയി ചാകന്ന് വിളിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും തള്ളപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ അനുഭവങ്ങളും ദൈവാനുഭവങ്ങളും കിട്ടിയിട്ടും ചിലപ്പോൾ ഭക്തന് ചില വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആ ഒരു ഭക്ത മനസ്സോടാണ് പറയുന്നത്, ദൈവമേ സത്യമാണ്, ഒത്തിരി ശരിയാണ്, നിൻ്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുകയാണ്. കാരണം കൈ ഭാരമായിട്ട് വരുന്നു. ഞാൻ പിടിക്കുവാൻ ആഗ്രഹിച്ച, എന്നെ താങ്ങിയ ദൈവത്തിൻ്റെ കരങ്ങൾ എനിക്ക് ഭാരമായി പോകുന്ന ചില അനുഭവം നമ്മൾ തന്നെ ആലോചിച്ചോണം. പ്രിയമുള്ളവരെ, നമ്മളെ സൃഷ്ടിച്ചവൻ്റെ കൈ, കരുതിയവൻ്റെ കൈ, സമാശ്വസിപ്പിച്ചവൻ്റെ കൈ എങ്ങനെ ഭാരമായിട്ട് വരുന്നത്? മുമ്പേ അതാ പറഞ്ഞേ, അനുഗ്രഹത്തിൻ്റെ ഭാരമെന്ന് പറയുന്നത്. ദൈവം നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ തരുമ്പോൾ ചില നിർദ്ദേശങ്ങൾ തരും. സുഖസൗകര്യങ്ങളുടെ വഴി മാത്രം നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ മാത്രം നമ്മൾ പ്രതീക്ഷിക്കരുത്. നൽകുന്നവന്, സൃഷ്ടിച്ചവനെ ശിക്ഷിക്കാനും അധികാരമുണ്ട്.
അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, ബാലശിക്ഷ നൽകുമെന്നപ്പനെങ്കിലും ചേലഴും തൻ സ്നേഹം കുറഞ്ഞു പോയിടാം. പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടി, അസ്ത്രങ്ങൾ തറച്ചു, കൈ ഭാരമായിരിക്കുന്നു. പക്ഷെ എന്നിട്ടും ദാവീദ് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ ക്രോധത്തോടെ ശിക്ഷിക്കരുതേ, കരുണ കാണിക്കണമേ. നമ്മൾ എന്തുകൊണ്ടായി കരുണ തോന്നണമേ? കുരിയേലായിസോ എന്നുള്ള പദം, കർത്താവെ എന്നോട് ഉത്തരമരുളി ചെയ്യണമേ. ആ അന്ധൻ നിലവിളിച്ചതുപോലെ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്നുള്ള ആ ഒരു യാചന ദൈവത്തോട്, ദൈവമേ എനിക്ക് ഇന്നത് താന്ന് മാത്രമല്ല, തരിക എന്ന് മാത്രമല്ല, ലഭ്യമാക്കാൻ മാത്രമല്ല, കരുണ കാണിക്കണം. കാരണം നിൻ്റെ സൗജന്യങ്ങളും സൗഭാഗ്യങ്ങളും പുത്രത്വത്തിൻ്റെ അനുഭവങ്ങളും എല്ലാം ഞാൻ നേടിയിട്ടും അനുഭവിച്ചിട്ടും പുത്രത്വത്തിൻ്റെ പാഠങ്ങൾ മറന്നുപോയ അനുഭവം. അതാ ദാവീദ് ഒരു ധ്യാനമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്നത്. വീണ്ടും പറയുന്നു, നിൻ്റെ നീരസം നിമിത്തം എൻ്റെ ശരീരത്തിന് സൗഖ്യമില്ല, എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. നിൻ്റെ നീരസം നിമിത്തം എൻ്റെ ശരീരത്തിന് സൗഖ്യമില്ല. സർവശക്തൻ്റെ നീരസം, ചിലപ്പോൾ ശിക്ഷ മാത്രമല്ല, ദൈവത്തിൻ്റെ നീരസം നിമിത്തം ശരീരത്തിന് സൗഖ്യമില്ല. എൻ്റെ നിങ്ങളുടെ ശരീരം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മളുടെ അന്തരീന്ദ്രിയങ്ങളെ ശുദ്ധീകരിച്ചവനും ശക്തീകരിക്കുന്നവനും ദൈവമാണ്. ആന്തരിക അവയവങ്ങളെ മെനഞ്ഞവൻ ദൈവമാണ്. ആ സൃഷ്ടാവിന് നീരസം വന്നു കഴിഞ്ഞാൽ ശരീരത്തിന് സൗഖ്യമില്ല. അതൊരു വലിയ ഒരു സാക്ഷ്യപ്പെടുത്തലാണ്. എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. അപ്പോൾ ശരീരത്തിൽ സൗഖ്യമില്ലാത്ത അനുഭവം, അസ്ഥികൾക്ക് നൊമ്പരമുണ്ടാക്കുന്ന ചില അനുഭവം. ആധുനിക ശാസ്ത്രം പറയും, ശരീരത്തിന് സൗഖ്യമില്ലെങ്കിൽ പറയും എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്, എന്തൊക്കെയോ ക്ഷീണതകളുണ്ട്, എന്തൊക്കെയോ അസ്വസ്ഥതകളുണ്ട്, മാനസിക പ്രശ്നങ്ങളാണ്. ശരീരത്തിന് സൗഖ്യമില്ല. അത് ഉറങ്ങാത്തത് കൊണ്ടായിരിക്കാം, ചില കാര്യങ്ങൾ ഓർത്ത് കിടക്കുന്നതുകൊണ്ടായിരിക്കാം, ടെൻഷൻ കൊണ്ടായിരിക്കാം. ശരീരത്തിന് അങ്ങോട്ട് സൗഖ്യം ഇല്ല എന്ന് വെച്ചാൽ അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ കടന്നു പോകുന്ന ചില തലങ്ങളില്ലേ, അസുഖം അങ്ങോട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, വേദന അങ്ങോട്ട് മാറുന്നില്ല, ഡോക്ടർമാരെ കാണിക്കാൻ പോയി എന്നിട്ട് യാതൊരു കുറവുമില്ല, മരുന്നൊത്തിരി കഴിച്ചു എന്നിട്ടും ഒരു കുറവില്ല, ഈ വേദന അങ്ങോട്ട് മാറുന്നില്ല. ശരീരത്തിനൊരു സൗഖ്യമില്ലാത്ത അനുഭവം. ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഭാരമാണ് പ്രിയമുള്ളവരെ. കാരണം എന്ന് വെച്ചാൽ അസുഖങ്ങളൊന്നും കാണത്തില്ല, ശരീരത്തിന് സൗഖ്യതയില്ല, അസ്ഥിക്ക് വേദന, ചിലപ്പോൾ പറയത്തില്ല, അയ്യോ നടുവിന് വേദന, കൈക്ക് വേദന, തലയ്ക്ക് വേദന, നൊമ്പരങ്ങൾ, ഒരു അകാരണമായ വേദനകൾ, അകാരണമായ അസ്വസ്ഥതകൾ. ഇതൊക്കെ വരുമ്പോൾ ദാവീദ് അതിനൊരു ആധ്യാത്മിക തലം കൊടുക്കുകയാണ്. അന്ന് വൈദ്യന്മാരൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു. അവരെയൊന്നും കാണാതെ ദാവീദ് പറയുക, ദൈവമേ നീ നീരസപ്പെട്ടിട്ടുണ്ട് എന്നോട്. നമ്മൾ തമ്മിലുള്ള ആ കെമിസ്ട്രി, ഒരു സ്പിരിച്വൽ കെമിസ്ട്രി ഉണ്ടാകണമല്ലോ, ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാകണമല്ലോ. ആ ഒരു കെമിസ്ട്രിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ട്. പ്രാർത്ഥന കുറഞ്ഞതായിരിക്കാം, നന്മ കുറഞ്ഞതായിരിക്കാം, വിശുദ്ധി നഷ്ടപ്പെട്ടതായിരിക്കാം. ഒരു വലിയ പ്രശ്നം ഇങ്ങനെ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതവൻ തിരിച്ചറിയുന്നു. ഇന്ന് നമ്മളുടെ ഉറക്കമില്ലായ്മയ്ക്കും സമാധാനമില്ലായ്മയ്ക്കും ചില പ്രത്യേക വേദനകൾക്കും അസ്വസ്ഥതകൾക്കുമൊക്കെ കാരണം ഇതായിരിക്കാം. ദൈവം നീരസപ്പെടുന്നുണ്ട്, സർവശക്തൻ്റെ നീരസമുണ്ട്. കാരണം ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ടില്ല, പ്രാർത്ഥന കുറച്ചിട്ടുണ്ട്, ആരെയൊക്കെയോ നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ നിലവിളിയൊക്കെ ശാപം പോലെ നമ്മളെ പിന്തുടരുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ ആരെങ്കിലും ചതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷിച്ചോണം. ചിലത് ഏറ്റുപറയണം, ചിലതിന് പ്രതിവിധികൾ നൽകണം. സാമ്പത്തികമായി ചതിച്ചാലും മാനസികമായി ചതിച്ചാലും ഒരു വ്യക്തിയുടെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിച്ചാലും നിഷ്കളങ്കനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും ഇതൊക്കെ ദൈവത്തിൻ്റെ നീരസം കിടക്കുകയാണ്. നിലവിളിക്കുന്ന പാപങ്ങളാണ്, പ്രതികാരത്തിന് വേണ്ടി നിലവിളിക്കുന്ന പാപങ്ങളാണ് ഇതൊക്കെ. ഇതിനൊരു അടിത്തറയിടണം. അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ നീരസം നമ്മളിലേക്കും തലമുറകളിലേക്കും പോകും. ചിലപ്പോൾ നമുക്ക് മാത്രമല്ല, സന്താനങ്ങൾക്കുമുണ്ട്. ചിലർ പറയും, അയ്യോ എൻ്റെ കുഞ്ഞ് ഭയങ്കര കരച്ചില്ല, അങ്ങോട്ട് ഉറക്കമില്ല, പൊട്ടിക്കരയുകയാണ്, നിലവിളിക്കുകയാണ്. ഇതൊക്കെ ഓരോരോ സിംറ്റങ്ങളാണ്. ഒരുപക്ഷെ എന്തെങ്കിലും അസുഖങ്ങളോ ക്ഷീണതകളോ ഒക്കെ കാണാം. നമ്മൾ ആ അസുഖത്തിനും ക്ഷീണതകൾക്കും മാത്രമുള്ള മെഡിസിൻ കൊടുക്കും. നമ്മൾ ഒരു പീഡിയാട്രീഷ്യനെ കാണും, അതുകൊണ്ട് മാത്രമായില്ല. അതുകൊണ്ട് തന്നെ പണ്ടത്തെ കാലത്തൊക്കെ പറയത്തില്ലയോ, പേരൻസ് പറയും, ഓക്കെ കുഞ്ഞിനൊരു ബുദ്ധിമുട്ട് വന്നാൽ, നമ്മുടെ വീട്ടിലൊരു ബുദ്ധിമുട്ട് വന്നാൽ 91 സങ്കീർത്തനം വായിക്കും.
പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കും, ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിക്കും. ഈ ഒരു സ്പിരിച്വൽ ട്രീറ്റ്മെൻറ്റിലൂടെ വരണം. ഈ സ്പിരിച്വൽ ട്രീറ്റ്മെൻറ്റ് ഒരു രീതിയിൽ പറഞ്ഞാൽ അതൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്, ഫിലോസോഫിക്കൽ സപ്പോർട്ടാണ്, സ്പിരിച്വൽ സപ്പോർട്ടാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനുണ്ടാകണം. അതുകൊണ്ട് ദാവീദ് പറയുന്നു, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്കുമീതെ കവിഞ്ഞു, ഭാരമുള്ള ചുമട് പോലെ അതിഭാരമായിരിക്കുന്നു. ഇതൊക്കെ ഒരു വലിയ സാക്ഷ്യപ്പെടുത്തലുകളാണ്. എന്നെ ഇത്രമാത്രം നൊമ്പരപ്പെടുത്തുന്നതും ഇത്രമാത്രം വേദനിപ്പിക്കുന്നതും ഇത്രമാത്രം നൊമ്പരത്തിലേക്ക് നയിക്കുന്നതും എന്നിലുണ്ടായിട്ടുള്ള വീഴ്ചകളാണ്. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മളും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, മറച്ചുവെച്ച ബലഹീനതകളാൽ ഭാരപ്പെടുന്നെങ്കിൽ, ആരോടും പറയാത്ത ആർക്കും അറിയാത്ത നൊമ്പരങ്ങളാൽ ഭാരപ്പെടുന്നെങ്കിൽ, മരുന്നിനെയും വൈദ്യന്മാരെയും മാത്രം സങ്കേതപ്പെട്ടിട്ട് കാര്യമില്ല. വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും, എൻ വ്രണമോ കഠിനം, നൽവൈദ്യ നിന്നെയും നിൻ ഔഷധ ഗുണവും ഞാൻ കേട്ടു, നിങ്ങൾ വരുന്നോൻ സുഖമേൽക്കുന്നൂനം. നിരപ്പാകലിലൂടെ, പശ്ചാത്താപത്തിലൂടെ, യഥാർത്ഥ പ്രാർത്ഥനയിലൂടെ നമ്മളെ ബാധിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ നീരസ അനുഭവങ്ങൾ, ഭാരമായിരിക്കുന്ന കൈയെന്ന് തോന്നുന്ന അനുഭവങ്ങൾ, ദണ്ഡനത്തിൻ്റെ അനുഭവങ്ങൾ, അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിക്കുവാൻ ഇടയാകട്ടെ. ദൈവം തന്നെ വലങ്കരം നീട്ടി സദാകാലവും നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.